ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ? എനിക്കും സുഖമാണ്. ഇപ്പം അറിയാലോ, ഓൾറെഡി എല്ലാവരും തന്നെ ഒക്കെ വിസയൊക്കെ വന്ന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം ചിലർക്ക് ഇപ്രാവശ്യം ഞാൻ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പേർക്ക് ഈ ഒരു ഇൻടേക്കിൽ ഇൻ്റർവ്യൂ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പം ഫാമിലി ആയിട്ട് വരുന്ന എല്ലാവർക്കും തന്നെയും ഇൻ്റർവ്യൂ ഉണ്ട് എന്നുള്ള രീതിയിലാണ് കമ്പാരിറ്റീവ്ലി നെക്സ്റ്റ് ഇൻടേക്കിനെ വെച്ച് നോക്കുമ്പോൾ ഇൻ്റർവ്യൂസ് എല്ലാവർക്കും ഉണ്ടെന്നാണ് കേട്ടോ മനസ്സിലായത്. അപ്പം ഇൻ്റർവ്യൂസിനുള്ളവരൊക്കെ അതുപോലെ പ്രിപ്പയർ ചെയ്യുക, നല്ലതുപോലെ പെർഫോം ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത്, ഞാൻ ഓൾറെഡി പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അക്കോമഡേഷൻ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം അക്കോമഡേഷൻ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക ഇൻ ദ സെൻസ്, ഞാൻ ഒത്തിരി സ്വീഡൻ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരാളൊന്നല്ല. ഐ എം ഡൂയിങ് വിത്തിൻ മൈ ലിമിറ്റേഷൻസ്, എൻ്റെ ഒരു ബൗണ്ടറി ലിമിറ്റേഷൻസ് വെച്ചിട്ടാണ് ഞാൻ അക്കോമഡേഷൻസ് റെഡിയാക്കി കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതിന് അക്കോമഡേഷൻസ് വേണ്ടവരെ എന്നെ പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒത്തിരി ക്വയറീസ് ഒക്കെ വന്നു. സോ എനിക്ക് എന്താ പറയുക, ചില കാര്യങ്ങളിലൊക്കെ ഈ അക്കോമഡേഷൻ ശരിയാക്കി കൊടുക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് DM ചെയ്യാം. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, സ്വീഡനിൽ അക്കോമഡേഷൻ കിട്ടുക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് വേറെ ആരോട് വേണമെങ്കിലും ചോദിക്കാം. നമ്മൾ വെറുതെ പറയുന്നതാണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് വേറെ ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എന്നെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിച്ചിറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു വീട് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുമ്പം സ്വീഡനെ സംബന്ധിച്ചൊരു പുതിയൊരു അക്കോമഡേഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മോർ ദാൻ ഒരു 10 ഫാമിലീസ് എൻക്വയറി ചെയ്തിട്ടുണ്ട്, അക്കോമഡേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് ഓക്കെയാണ്. ഞാൻ എൻ്റെ ഒരു ലിമിറ്റേഷൻസ് എന്നിട്ട് നമ്മൾ ആ കോണ്ടാക്ട്സിന് എല്ലാവർക്കും തന്നെയും എല്ലാവരും ഗോതൻബർഗിലാണ്. എക്സെപ്റ്റ് ഒരാൾ മാത്രമാണ് യോൺ ഷോപ്പിംഗ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് വേണമെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും ഗോതൻബർഗാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഓൾറെഡി ഇവിടെ അക്കോമഡേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നിങ്ങൾ വരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഇൻടേക്കിലാണ് വരുന്നത്. അപ്പം ആ ഒരു ടൈമിൽ ഇവിടെ അക്കോമഡേഷൻ നല്ല റഷ് ആയിരിക്കും. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് ഞാൻ ഒരു എക്സ്ക്യൂസ് എടുക്കുന്നതല്ല. പക്ഷേ നമ്മൾ പറയാം, ഞാൻ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളെയും കൂടെ അറിയിക്കാമെന്ന് വെച്ചു. അപ്പം നിങ്ങൾ വരുന്ന ഇൻടേക്കിൽ ഒരുപാട് പിള്ളേർ വരുന്നത് കൊണ്ട് ഇവിടെ ഓൾറെഡി അക്കോമഡേഷൻ നല്ല ടൈറ്റ് ആയിരിക്കും. ആൻഡ് ദെൻ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, നോർത്തിലുള്ളൊരു കമ്പനി ആയിരുന്നു നോർത്ത് വോൾട്ട്. അത് ഇറ്റ്സ് ബീൻ എന്താ പറയുക ഷട്ട് ഡൗൺ. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ഒത്തിരി പേര് ഇങ്ങോട്ടേക്ക് ഗോതൻബർഗ്, സ്റ്റോക്ക്ഹോം അങ്ങനെ സിറ്റികളിലേക്ക് അവരെല്ലാവരും തന്നെ റിലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പം ഇവിടെ കുറച്ച് അക്കോമഡേഷൻ ഷോർട്ടേജ് അതിൻ്റെ ഭാഗമായിട്ടും വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പം ഗോതൻബർഗ് ഒരു വലിയ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് സ്വീഡനിൽ, അറിയാലോ. അപ്പം ആ ഒരു റെൻറ്റ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇയറിൽ നമ്മൾ വന്ന സമയത്ത് ഇനീഷ്യലി താമസിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും ത്രോൾ ഹട്ടനിലായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് അൺഫേർണിഷ്ഡ് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്, അൺഫേർണിഷ്ഡ് ആണ്, ഒരു സാധനം അവിടെ ഉണ്ടാവില്ല. ആ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് 4500 പ്ലസ് ഇലക്ട്രിസിറ്റി ആയിരുന്നു. ഓക്കെ, ഇപ്പം അതേ സെയിം സാധനം അവർ കൊടുക്കുന്നത് 5000-നാണ്. സെയിം സാധനം. അപ്പം ഇവരെല്ലാവരും തന്നെയും എല്ലാ ഇയറിലും അല്ലെങ്കിൽ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ റെൻറ്റ് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ചാർജസ് ഇവർ കൂട്ടും, അതിൻ്റെ മേൽ നമുക്ക് വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പം നമ്മൾ ലാസ്റ്റ് ഇയർ വന്നവരോ അല്ലെങ്കിൽ പഴയ ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് ആ റെൻറ്റ് കിട്ടിയല്ലോ എന്നുള്ളത് നിങ്ങൾ അങ്ങനെ വെക്കരുത്. റെൻറ്റ് ഈസ് സബ്ജക്ട് ടു ഇൻക്രീസ്. അപ്പം അതൊന്ന് മൈൻഡിൽ വയ്ക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു വീട് എടുത്തിട്ട് എത്ര പേർക്ക് വേണമെങ്കിലും താമസിക്കാം, ആരും വന്ന് ചോദിക്കൊന്നും ചെയ്യില്ല. പക്ഷേ നിങ്ങളിവിടെ വരുന്ന സമയത്ത് നമുക്ക് ഈ സ്വീഡനെ സംബന്ധിച്ചൊരു റൂളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരാൾ താമസിക്കുമ്പം ഇത്ര M2 മീറ്റർ സ്ക്വയർ മതി, അല്ലെങ്കിൽ 2 പേര് താമസിക്കുമ്പം ഇത്ര മതി, അല്ലെങ്കിൽ പിള്ളേരുണ്ടാകുമ്പം ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം, ആ പിള്ളേർക്ക് തന്നെ ഇത്ര ഏജ് അതിൻ്റെ എബോവ് ദീസ് ഏജ് ആണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് റൂം വേണം. അങ്ങനെയൊക്കെ ഇവർക്ക്
റൂൾസ് ഉണ്ട്. അപ്പം നിങ്ങൾ വന്ന സമയം തന്നെ നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ പോപ്പുലേഷൻ രജിസ്റ്റർ ചെയ്യണം. സ്കാറ്റർ വർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ പോപ്പുലേഷൻ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, പിൻ നമ്പർ കിട്ടുള്ളൂ. അപ്പം ആ ഒരു പിൻ നമ്പർ കിട്ടാൻ നേരത്ത് നിങ്ങൾ ഈ പിൻ നമ്പറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ എല്ലാം തന്നെയും ഡിജിറ്റലി അല്ല ഒന്നും വരുന്നത്. ഇപ്പം പിൻ നമ്പർ വന്നാലും എല്ലാം തന്നെ നിങ്ങൾ അറിയുന്നത് വയ ലെറ്റേഴ്സാണ്. അപ്പം നിങ്ങളുടെ അഡ്രസ്സ് അവിടെ കൊടുക്കണം. ഓക്കെ, അപ്പം ആ ഒരു അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്ര സ്ക്വയർ ഫീറ്റിലാണ് താമസിക്കുന്നത്, ഇതൊക്കെ അവർ സിസ്റ്റം കംപ്ലീറ്റ്ലി എല്ലാം തന്നെ ആക്സസിബിൾ ആണ്. അപ്പം അതവർക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു റിസ്കി ഫാക്ടറാണ്. അപ്പം നിങ്ങൾ ഇത്രയും ഇപ്പം എനിക്ക് വരുന്ന ക്വയറീസ് ആണ്, ചേച്ചി ഹസ്ബൻഡും വൈഫും കൊച്ചുമുണ്ട്. അപ്പം അവർ ക്ലോസ് വയ്ക്കും നമ്മളടുത്ത്. ഓഫ് കോഴ്സ് ഒബ്വിയസ്ലി നമ്മൾ വന്ന സമയത്ത് നമുക്ക് ഇത്രയും റെൻറ്റേ പാടുള്ളൂ, ഇങ്ങനെ തന്നെ ഇതുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ വി നീഡ് ടു അഡ്ജസ്റ്റ്, റൈറ്റ്? അപ്പം അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഉള്ള കൺസ്ട്രെയിൻ നമ്മളുള്ള ബൗണ്ടറിയിൽ വെച്ചിട്ടാണ് ഇത്രയും പേർക്ക് അക്കോമഡേഷൻ റെഡിയായി കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വയ്ക്കുക. അപ്പം ഇത്ര എമൗണ്ടേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ് പറ്റില്ല, സിംഗിൾ അപ്പാർട്ട്മെൻറ്റ് വേണം. അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേഷൻ്റെ അടുത്ത് വേണം. എല്ലാം കൊണ്ടും ഫീസിബിൾ ആയിട്ടുള്ളൊരു പ്ലേസിൽ അങ്ങനെയാണ് ഇവർ പറയുന്നത്. പക്ഷെ ഓക്കെ, ഒബ്വിയസ്ലി എല്ലാവർക്കും ഡിമാൻഡ്സ് ഉണ്ടായിരിക്കും. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. അത് നമ്മളവരെ കുറ്റപ്പെടുത്തല്ല. അവരിവിടെ വരാത്തത് കൊണ്ടാണ് അവർക്ക് ഇവിടുത്തെ എക്സാക്റ്റ് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാവാത്തത്. ഈവൻ ഞാൻ ആ സമയത്തും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവർ ഇപ്പം നമ്മളോട് പറയുകയാണ്, ഇപ്പം നമുക്ക് അങ്ങനെ ഇപ്പം ഇവിടെ നമ്മളിപ്പം എല്ലാവരും താമസിക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ സെൻട്രൽ സ്റ്റേഷനിലേക്ക് ബൈ ബസ് അല്ലെങ്കിൽ ട്രാമിൽ 20 മിനിറ്റ്സ് 10 മിനിറ്റ്സ് 5 മിനിറ്റ്സ് 30 മിനിറ്റ്സ് അങ്ങനെയൊക്കെ ഡിസ്റ്റൻസിലാണ് എല്ലാവരും താമസിക്കുന്നത്. സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സിറ്റി ഏരിയയാണ്. അവിടെ പ്രോപ്പർ അക്കോമഡേഷൻ വെരി എക്സ്പെൻസീവ്. അത് നിങ്ങളൊന്ന് മൈൻഡിൽ വയ്ക്കുക. അപ്പം ആ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് അക്കോമഡേഷൻസ് ആരാനും റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പേഴ്സണലി അക്കോമഡേഷൻ ശരിയാക്കി കൊടുക്കുമെന്ന് പറയണമെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിലൊന്നും ഞാൻ നമ്മൾ അങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്തിട്ടല്ല അക്കോമഡേഷൻ എടുക്കുന്നത്. ഓക്കെ, നമ്മളൊരു അക്കോമഡേഷൻസ് കൊടുക്കുന്ന ഒരു കമ്പനീനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് കോൺട്രാക്റ്റും എഗ്രിമെൻറ്റും എല്ലാം തരും എന്ന് ഉറപ്പുള്ള ഒരു അക്കോമഡേഷൻ മാത്രമാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഞാനിപ്പം ഫ്രണ്ട്സിൻ്റെ റെഫറൻസിലെടുത്തു, അങ്ങനെ ഞാൻ ഫ്രണ്ട്സിനോട് ചോദിക്കാറുണ്ട് എവിടെയെങ്കിലും അക്കോമഡേഷൻ ഉണ്ടോ ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കാറുണ്ട് അവർ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തരുമോ എന്നുള്ള കാര്യം. അങ്ങനെയുള്ളത് മാത്രമാണ് ഞാൻ എന്നെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാറുള്ളൂ. കാരണം നമ്മൾക്ക് വേണ്ടി എടുക്കുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാം. പക്ഷെ ഇവർ വേറൊരു നാട്ടിൽ നിന്ന് നമ്മൾ ഇത്രയും എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റും അതുപോലെ തന്നെ റെൻറ്റും പേ ചെയ്ത് അതെങ്ങാനും മിസ്സായി പോയാൽ ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് ഇതൊക്കെ എത്രത്തോളം ജെന്യൂൻ ആണെന്നുള്ള കേസ് നമുക്കറിയില്ല. അപ്പം ചിലർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമുക്കിപ്പം ഈ താമസിക്കുന്ന വീട് ഫേസ്ബുക്ക് മാർക്കറ്റിലാണ്, അത് നമുക്ക് എല്ലാവരും അതുപോലെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഭയങ്കര 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്, 17,000 SCക്കൊക്കെ പോയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വീടിന് വേണ്ടി കൊടുത്തിട്ട്. നമുക്ക് പിന്നെ ഇവരോട് തർക്കിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും കിട്ടുമെന്നുള്ള അക്കോമഡേഷൻസ് മാത്രമാണ് ഞാൻ എന്നെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാറുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൺസ് എഗ്രിമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ സർവീസ് ചാർജ് വാങ്ങിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു അക്കോമഡേഷൻ കിട്ടാൻ തന്നെ നമ്മൾ ഒരുപാട് പേരെ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മളൊരു അക്കോമഡേഷൻ ഇവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം ഇവർക്കത് ഒബ്വിയസ്ലി അവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ നമ്മൾ ഒരാൾക്ക് തന്നെ ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഞാൻ ഈ ചോദിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ ഈ അപ്ലൈ ചെയ്യുന്ന സ്ഥലം അവരോട് നമ്മളിങ്ങനെ മെയിൽ അയച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അവർക്കും ഇതൊരു ഡിസ്റ്റർബൻസ് ആണ്. ഇനി അങ്ങനെ കിട്ടുമോ ഇങ്ങനെ കിട്ടുമോ നമ്മൾ മാറ്റി പറയുന്നത്. അപ്പം അത് ഭയങ്കര ഒരു പാടാണ്. അപ്പം ഞാൻ ഒരാൾക്ക് തന്നെ ഞാൻ മൾട്ടിപ്പിൾ അക്കോമഡേഷൻ കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഒരു ലിമിറ്റ് ഒരു ബൗണ്ടറി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളത് എത്രയും അക്കോമഡേഷൻ നമ്മൾ ചെയ്തു തരുന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ എഗ്രിമെൻ്റ് ആയതിനു ശേഷം മാത്രമേ ഞാൻ പൈസ മേടിക്കുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ
ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഗ്രിമെൻ്റ് ആവുന്നതിന് മുൻപ് തന്നെ മിക്ക എല്ലാ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരും അവർ ഫസ്റ്റ് അവർ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ അവർ സർവീസ് ചാർജ് മേടിക്കും, അവരൊരു ക്ലോസ് വയ്ക്കും വിച്ച് ഇസ് നോട്ട് റീഫണ്ടബിൾ. പക്ഷേ ഞാൻ അതുപോലും വെക്കാണ്ട് നമ്മളെല്ലാവരും കൺവീനിയൻ്റ്, നമ്മളും ഇതുപോലെ ഫേസ് ചെയ്ത് വന്നല്ലെന്ന് വെച്ചിട്ടാണ് കുറച്ച് ഫ്ലെക്സിബിൾ ആക്കിയത്. അപ്പം ഐ തിങ്ക് ലൈക്ക് പീപ്പിൾ ഈസ് ടേക്കിംഗ് അഡ്വാൻറ്റേജസ്. അപ്പം ഞാൻ വിചാരിച്ചു ലൈക്ക് ഞാനും ഒരു അഗ്രിമെൻ്റ് വെക്കാം, അങ്ങനെ രീതിയിലാണ് ഞാനിപ്പം ഈ ഒരു അക്കോമഡേഷൻ അസിസ്റ്റൻസ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് ഞാൻ അക്കോമഡേഷൻ അസിസ്റ്റൻസ് ചെയ്യുമ്പോൾ മേടിക്കുന്ന ഫീസ് എന്ന് പറയുന്നത് 8,000 റുപ്പീസാണ്. നാട്ടിലെ 8,000 റുപ്പീസാണ് ഞാൻ മേടിക്കുന്നത്. അപ്പം ഞാൻ അതിനകത്ത് ക്ലോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50% നിങ്ങൾ എപ്പോഴാണോ എന്നെ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ ക്ലോസ് അടങ്ങി എൻ്റെ ഒരു അഗ്രിമെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ് യു ക്യാൻ മേക്ക് 50% ഓഫ് ദ ഫീസ്. അപ്പം അതിൽ പ്രകാരം നമ്മൾ ഇത്ര അക്കോമഡേഷൻ ആണോ പറഞ്ഞേക്കണം, ആ അക്കോമഡേഷൻസ് ഞാനത് കുറച്ച് ചോയ്സസ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് അത്രയും എണ്ണം നിങ്ങൾക്ക് അയച്ചു തരും. അതിൽ നിങ്ങൾ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ആ 50% എമൗണ്ട് വിച്ച് ഇസ് നോട്ട് റീഫണ്ടബിൾ. ഓക്കെ, ഇനി അതെല്ലാം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ റിമൈനിങ് 50% അടച്ചിട്ട് നമുക്ക് അഗ്രിമെൻ്റ് എഴുതാം. ഇത് ആക്ച്വലി ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആളാണ് എൻ്റെ ഫസ്റ്റ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ആളോട് ചോദിച്ചാൽ അറിയാം, ഞാൻ ആൾക്ക് കോൺട്രാക്ട് സൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ പൈസ മേടിച്ചത്. പിന്നെ എൻ്റെ അടുത്ത് അക്കോമഡേഷൻ എൻക്വയറി വരുന്ന ഒരാൾക്ക് ഞാൻ അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസ് മാത്രമല്ല കൊടുക്കുന്നത്, എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട്, പേഴ്സണൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടാണ് ഞാൻ എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നത്. അപ്പം അവർ നമ്മളോട് തിരിച്ചും കാണിക്കേണ്ട കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് എൻ്റെ പോളിസി. അപ്പം ഞാനിതിങ്ങനെ പബ്ലിക്കലി റിവീൽ ചെയ്യില്ല എന്ന് വെച്ചിട്ടായിരുന്നു, ബട്ട് എനിക്ക് തോന്നുന്നു ഇതാണ് നല്ലത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് അക്കോമഡേഷൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലോസ് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ എന്നെ DM ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തരും, സോ നമുക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എനിക്ക് അക്കോമഡേഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമാണ്. ഇനി നിങ്ങൾക്ക് ഈ ക്ലോസ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പം എൻ്റെ ക്ലയൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യു ക്യാൻ ഗോ ഫോർ അനദർ ഓപ്ഷൻസ്, ബിക്കോസ് നമുക്ക് അത്രയും ടെൻഷൻസ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ വീടും നമുക്ക് ഡയറക്റ്റ്ലി പോയി കാണൽ പോസിബിൾ അല്ല. പിന്നെ എനിക്കും തന്നെയും ഞാൻ നിങ്ങൾക്ക് ഇത്രയും പേർക്ക് വീട് ശരിയാക്കുമ്പോൾ എനിക്ക് എല്ലാ വീടും പോയി പേഴ്സണലി കാണാൻ പറ്റില്ല. നമുക്ക് അവരോട് ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ റിക്വസ്റ്റ് ചെയ്യാം, അത് അവർ നമുക്ക് അയച്ചു തരും, അത് നമ്മൾ കാണാം. ഇവിടുത്തെ വീഡിയോകളൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഫോട്ടോയിൽ ഇരിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണോ നമുക്ക് വീഡിയോ കാണിച്ചത് അതുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുക, അതിൻ്റെ ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പം അതിനെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും വറീഡ് ആവണ്ട. അപ്പം ഇതൊക്കെയാണ് അക്കോമഡേഷൻ്റെ കാര്യത്തിന്. അപ്പം നമ്മൾ ചിലർക്ക് ഒരു തോട്ടുണ്ടായിരിക്കും, നമ്മൾ സർവീസ് ചാർജ് പൈസ മേടിച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് എല്ലാം ചെയ്യാം. അങ്ങനെയല്ല, അത് നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, മനസ്സിലാവാത്തത് വൺസ് നിങ്ങളിവിടെ എത്തിക്കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. എല്ലാതും ഇവിടെ ആസ് പെർ റൂൾ പ്രകാരം മാത്രമേ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇത് മാത്രമേ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മളൊരു കമ്മിറ്റ്മെൻറ്റ്സ് വെക്കുന്ന സമയത്ത് തിരിച്ചും നമ്മളത് കാണിക്കാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക. അപ്പം ഇതാണ് നമ്മളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം അക്കോമഡേഷൻ അസിസ്റ്റൻസിന്. അപ്പം ഞാൻ അക്കോമഡേഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യും, ഞാൻ അതിന് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലായ്പ്പോഴത്തെയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.